ഹലോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് പൊടിയൊന്നും ഇരിക്കുന്നില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചത്. അപ്പോഴാണ് ഗോതമ്പ് പൊടി ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയും. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. ഗോതമ്പ് പൊടി എടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ പിള്ളേർക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് തിരിയാൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഈ മീൻ തിരിയാൻ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ആ മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരം സ്റ്റൈലിലൊരു മീൻ കറി വെക്കാമെന്നേ. അതിനകത്ത് നമ്മൾ മുരിങ്ങാക്കോലും തക്കാളിയും എല്ലാം ഇട്ടുള്ളൊരു മീൻ കറിയാണ് വെക്കുന്നത്. ഈ കറി വെച്ചിട്ട് വേണം കേട്ടോ എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് പോയിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ എനിക്കൊരു 9ഓളം സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റ വീഡിയോയ്ക്ക് തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഇത് കണ്ട് ഈ ഒരു മീൻകറിക്കകത്ത് മുരിങ്ങാക്കോലും തക്കാളിയും സവാളയും എല്ലാം ഇട്ടിട്ട് മസാല മല്ലിപ്പൊടി മുളകുപൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് തേങ്ങയുടെ കൂടെ അരച്ചൊഴിച്ചിട്ടാണ് ഈ മീൻകറി വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുടംപുളിക്ക് പകരം നമ്മൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മീൻകറിയുടെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഇടാവേ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മീൻകറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ നല്ല കുടംപുളി ഇട്ട് വെക്കാറുണ്ട്, പിന്നെ ഇങ്ങനെ വെക്കാറുണ്ട്, അല്ലാതെ പച്ചയ്ക്ക് തേങ്ങ അരച്ച് മാങ്ങയിട്ട് അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. നമുക്ക് കിട്ടുന്ന മീനനുസരിച്ച് പല രീതിയിൽ നമുക്ക് കറികളൊക്കെ വെച്ച് നോക്കാമല്ലോ. ചിലർക്ക് ഈ വാളംപുളി ഇട്ട് വയ്ക്കുന്ന മീനിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവരും ഈ വാളംപുളി ഇട്ട് വയ്ക്കുന്ന മീൻകറിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വയ്ക്കുന്നത്. ആദ്യമൊക്കെ ഇവിടെയൊക്കെ എല്ലാവരും കളിയാക്കുമായിരുന്നു കേട്ടോ, ഈ മീൻകറിക്കകത്ത് തക്കാളിയും മുരിങ്ങാക്കോലും ഒക്കെ ഇടുമ്പോൾ ഇതെന്താ സാമ്പാറാണോ എന്നൊക്കെ ചോദിച്ച്. ഇപ്പം ആരും ഒന്നും പറയാറില്ല, അത് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. അങ്ങനെ മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ചേർത്ത് ഇളക്കിയത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. മീൻകറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് വരാവേ. അപ്പം മീൻകറി വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പുറത്തേക്ക് പോകാമല്ലോ. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മീൻകറി നന്നായിട്ട് വെന്ത് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് മീൻകറി ഒന്ന് വച്ച് നോക്കട്ടോ, ഇതൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു മീൻകറിയാണേ. ഞങ്ങളിപ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നത് മീനുട്ടിക്ക് ഒരു സ്റ്റഡ് വാങ്ങാനാണ്. ഇപ്പോൾ കാത് കുത്തിയിട്ട് 1 മാസത്തോളമായിട്ട് ഇതുവരെയും കമ്മൽ മാറ്റി ചേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ ഗൺ ഷൂട്ടാണ് ചെയ്തത്, അന്നേരം തന്നെ അവരിടുന്ന ഒരു കമ്മലാണല്ലോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഒരു ചെറിയ സ്റ്റഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണേ. കാത് കുത്തിയിട്ട് 1 മാസമൊക്കെ ആയെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ കാതിലേക്ക് അവൾ തൊടിയിച്ചത്. ഇത്രയും നാളും തൊടാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി നോക്കി, കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു ഹാഫ് റിംഗ് മോഡൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. പക്ഷെ അത് ഇനി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാതിൽ മുടിയൊക്കെ ഉടക്കുമല്ലോ എന്ന് ഓർത്ത് അത് ഞങ്ങൾ എടുത്തില്ലേ. വേറൊരു ചെറിയ സ്റ്റഡാണ് കേട്ടോ എടുത്തത്. അങ്ങനെ കമ്മലൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ബൈ.